Hi friends, welcome to iPlus Training Solutions. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് NTA UGC Net Psychologyയുടെ Unit 1 Part 3 ആണ്. Unit 1 is about emergence of psychology. Before moving further, let us look at some previous year questions. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ were the two notable students of Socrates? സോക്രട്ടീസിന് രണ്ട് notable students ആരൊക്കെയായിരുന്നു? The first one is Plato, Aristotle, Hippocrates, Plato, Aristotle, Kant, പ്ലേറ്റോ ആൻഡ് ജെയിംസ് കെ.സി. കീൻ കാറ്റൽ. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിലെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടൽ ആണ്. പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടൽ ആണ് സോക്രട്ടീസിന്റെ രണ്ട് നോട്ടബിൾ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ അഡ്വാൻസ്ഡ് ദി ഐഡിയ ഓഫ് പ്ലേറ്റോ റിഗാർഡിംഗ് ഡുവലിസം ഇൻ ഹ്യൂമൻ ബിഹേവിയർ? ആരാണ് ഡുവലിസം എന്ന ഐഡിയ അഡ്വാൻസ് ചെയ്തത്? പ്ലേറ്റോയുടെ ഐഡിയ ആരാണ് അഡ്വാൻസ് ചെയ്തത്? ഇതിന്റെ ഓപ്ഷൻസ് ആ ഹിപ്പോക്രേറ്റ്സ്, ഷെൽഡൻ, റെനെ ഡെസ്കാർട്ടസ് ആൻഡ് അരിസ്റ്റോട്ടൽ. ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടൽ ആണ്. വെൻ വി മൂവ് ഫർദർ ഇതിനെ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, നമ്മൾ ഈ സബ് യൂണിറ്റിൽ കവർ ചെയ്യാൻ പോകുന്നത് വെസ്റ്റേൺ സിസ്റ്റംസ് ആണ്. അതിൽ ഗ്രീക്ക് ഹെറിറ്റേജ് വരുന്നുണ്ട്, മിഡീവൽ പീരിയഡ് വരുന്നുണ്ട് ആൻഡ് മോഡേൺ പീരിയഡ് വരുന്നുണ്ട്. സോ നമ്മൾ ഗ്രീക്ക് ഹെറിറ്റേജ് നോക്കുവാണെങ്കിൽ വെസ്റ്റേൺ സൈക്കോളജിയുടെ റൂട്ട്സ് തന്നെ ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ഗ്രീക്ക് ഫിലോസഫി. ഗ്രീക്ക് ഫിലോസഫിയിലോട്ട് നമ്മുടെ വെസ്റ്റേൺ സൈക്കോളജിയുടെ റൂട്ട്സ് തന്നെ ട്രേസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. And also the word psychology തന്നെ was derived from the Greek words psyche, which means mind, and logos, which means study of. So literal translation of psychology എന്ന് പറയുന്നത് study of mind ആണ്. സൈക്കോളജി പണ്ട് കാലങ്ങളിൽ ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയിട്ടില്ലായിരുന്നു. ഇറ്റ് വാസ് എ മിക്സ്ചർ ഓർ ഇറ്റ് ഇവോൾവ് ഫ്രം ഡിഫറെന്റ് സ്ട്രീംസ്. ഈ സ്ട്രീംസ് എന്തൊക്കെയായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫിലോസഫി, തിയോളജി, സയൻസ്, മെഡിസിൻ, ഇങ്ങനെ ഡിഫറെന്റ് സ്ട്രീംസിൽ നിന്നാണ് സൈക്കോളജി ഇവോൾവ് ആയത്. ആൻഡ് ഏർലി ഓൺ സൈക്കോളജിയുടെ ഫോക്കസ് എന്തായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ മെഷറിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ മൈൻഡ് ആയിരുന്നു ഏർലി ഓൺ സൈക്കോളജിയുടെ ഫോക്കസ്. മെഷറിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് മൈൻഡ് ആയിരുന്നു. ലേറ്റർ ഓൺ സൈക്കോളജിയുടെ ഫോക്കസ് എന്തായി മാറി? മെഷറിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ്, ബട്ട് മെഷറിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ബിഹേവിയർ ആയി മാറി. ആദ്യം മെഷറിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് മൈൻഡ് ആയിരുന്നു, പിന്നെ ഇറ്റ് സ്റ്റാർട്ടഡ് ബിക്കമിങ് മെഷറിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ബിഹേവിയർ. ആൻഡ് ഏൻഷ്യൻ ഗ്രീക്സും ഫിലോസഫേഴ്സും കുറേ പേരും ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു ഈ ഫീൽഡിൽ. Now we are going to see ആരൊക്കെയാണ് ഈ ഫീൽഡിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നത് or who made relevant contributions. The first one is ആൽക്കമിയോൺ. ആൽക്കമിയോൺ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ഫിസിഷ്യൻ ആയിരുന്നു. ഫിസിഷ്യൻ എന്ന് പറയുമ്പോൾ പണ്ട് കാലങ്ങളിൽ ഡോക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. സോ ആൽക്കമിയോൺ ഒരു ഫിസിഷ്യൻ ആയിരുന്നു ആൻഡ് ഹീ ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് സൈക്കോളജി. 6th സെഞ്ചുറി സയൻസിൽ ഫൗണ്ടേഷൻ ഓഫ് സൈക്കോളജി ലേ ഡൗൺ ചെയ്തത് ആൽക്കമിയോൺ ആയിരുന്നു. ആൽക്കമിയോൺ പ്രപ്പോസ് ചെയ്തത് എന്താന്ന് വെച്ചാൽ നമ്മുടെ മെന്റൽ ലൈഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഫംഗ്ഷൻ ആണ് മെന്റൽ ലൈഫ് എന്നാണ് ആൽക്കമിയോൺ പറഞ്ഞത്. ആൻഡ് ഹിസ് ഐഡിയ ഇന്നും വളരെ റെലവെന്റ് ആണ്. ഹൗ ഇസ് ഇറ്റ് റെലവെന്റ് ടുഡേ? ഇറ്റ് ഈസ് റെലവെന്റ് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെന്റൽ പ്രോസസ്സസ് ആൻഡ് ബ്രെയിൻ. കാരണം ആൽക്കമിയോൺ പറഞ്ഞത് എന്താണ്? മെന്റൽ ലൈഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ദ ബ്രെയിൻ എന്നാണ് ആൽക്കമിയോൺ പറഞ്ഞത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഹിപ്പോക്രേറ്റ്സിനെയാണ്. ഹിപ്പോക്രേറ്റ്സ് ആരാണ്? Hippocrates proposed a typology of human personality. Hippocrates നമ്മുടെ ഹ്യൂമൻ പേഴ്സണാലിറ്റി ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടെന്നാണ് ഹിപ്പോക്രേറ്റ്സ് പറഞ്ഞത്. ആൻഡ് ഹിപ്പോക്രേറ്റ്സ് ഈ ടൈപ്പിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്? He divided it on the basis of body fluid or humor. ബോഡി ഫ്ലൂയിഡിന്റെ ബേസിസിലാണ് ഹിപ്പോക്രേറ്റ്സ് പേഴ്സണാലിറ്റി ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞത്. The different types that Hippocrates mentioned was sanguine, melancholic, കോളറിക് ആൻഡ് ഫ്ലെഗ്മാറ്റിക്. ഇങ്ങനെ 4 ടൈപ്സ് ഉണ്ടെന്നാണ് ഹിപ്പോക്രേറ്റ്സ് പറഞ്ഞത്. ഇത് ഏതൊക്കെ ബോഡി ഫ്ലൂയിഡിനെ ബേസ് ചെയ്താണ് ഹിപ്പോക്രേറ്റ്സ് പറഞ്ഞത്? ബ്ലഡ്, ബ്ലാക്ക് ബൈൽ, യെല്ലോ ബൈൽ ആൻഡ് ഫ്ലെം. ഇങ്ങനത്തെ 4 ബോഡി ഫ്ലൂയിഡ്സിനെ ബേസ് ചെയ്ത് 4 ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ഉണ്ടെന്നാണ് ഹിപ്പോക്രേറ്റ്സ് പറഞ്ഞത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സോക്രട്ടീസിനെ പറ്റിയാണ്. സോക്രട്ടീസ് എന്താണ് പറഞ്ഞത്? ഹി റെക്കഗ്നൈസ്ഡ് ദ മൈൻഡ് ഇൻ അഡിഷൻ ടു ദ സോൾ. സോൾ മാത്രമല്ല മൈൻഡിന്റെ ഇമ്പോർട്ടൻസും സോക്രട്ടീസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മൈൻഡിന്റെ ആക്ടിവിറ്റീനെ സോക്രട്ടീസ് അനലൈസ് ചെയ്തു. എങ്ങനെയാണ് അനലൈസ് ചെയ്തത്? ബൈ ലുക്കിംഗ് ഇൻ ടു തിങ്കിങ്, ഡ്രീംസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. ഇങ്ങനത്തെ കാര്യങ്ങൾ ലുക്ക് ചെയ്തിട്ടാണ് സോക്രട്ടീസ് ആക്ടിവിറ്റീസ് ഓഫ് മൈൻഡിനെ അനലൈസ് ചെയ്തത്. ആൻഡ് സോക്രട്ടീസിന്റെ 2 സ്റ്റുഡൻസ് ആയിരുന്നു പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടൽ. പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടൽ സോക്രട്ടീസിന്റെ ഐഡിയാസിനെ സ്ട്രെങ്തൻ ചെയ്തു അല്ലെങ്കിൽ റീഇൻഫോഴ്സ് ചെയ്തു. ഇതാണ് ആദ്യത്തെ PYQയുടെ ആൻസർ. ഹൂ were 2 notable students of Socrates? പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടൽ ആയിരുന്നു 2 notable students of Socrates എന്ന് പറയുന്നത്.
അടുത്തത് നമ്മൾ സോക്രട്ടീസിന്റെ സ്റ്റുഡന്റ് ആയ പ്ലേറ്റോനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. പ്ലേറ്റോ ആരാണ്? പ്ലേറ്റോ ഒരു ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്നു. ഹി വാസ് എ സ്റ്റുഡന്റ് ഓഫ് സോക്രട്ടീസ് ആൻഡ് ടീച്ചർ ഓഫ് അരിസ്റ്റോട്ടൽ. അരിസ്റ്റോട്ടലിന്റെ ടീച്ചറുമായിരുന്നു പ്ലേറ്റോ. പ്ലേറ്റോ ബിലീവ് ചെയ്തത് എന്തായിരുന്നു എന്ന് വെച്ചാൽ ബോഡി ആൻഡ് മൈൻഡ് എന്ന് പറയുന്നത് രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിരുന്നെന്നാണ് പ്ലേറ്റോ വിശ്വസിച്ചിരുന്നത്. പ്ലേറ്റോ ബിലീവ്ഡ് ദാറ്റ് ബോഡി ആൻഡ് മൈൻഡ് ആർ ടു സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആൻഡ് ഹി ഓൾസോ ബിലീവ്ഡ് ദാറ്റ് മൈൻഡ് ഡെത്ത് കഴിഞ്ഞും എക്സിസ്റ്റ് ചെയ്യാം. മൈൻഡ് കൻ എക്സിസ്റ്റ് ഈവൻ ആഫ്റ്റർ ഡെത്ത് എന്നാണ് പ്ലേറ്റോ വിശ്വസിച്ചിരുന്നത്. He was also positive that education can bring a change in human nature. നമ്മുടെ ഫണ്ടമെന്റലി ഡീപ്പ് ആയിട്ടുള്ള ഹ്യൂമൻ നേച്ചറിൽ ഒരു ചേഞ്ച് എഡ്യൂക്കേഷന് വരുത്താൻ പറ്റും എന്നാണ് പ്ലേറ്റോ പറഞ്ഞത്. പ്ലേറ്റോ ഓൾസോ സെഡ് ദാറ്റ് മാഡ്നെസ് ആൻഡ് ഇഗ്നറൻസ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിന്റെ ഡിസീസസ് ആണ് വിച്ച് ഇസ് ബോട്ട് ഫോർത്ത് ബൈ ആ ബോഡി. നമ്മുടെ ബോഡി കൊണ്ടുവരുന്ന മൈൻഡിന്റെ ഡിസീസസ് ആണ് മാഡ്നെസ് ആൻഡ് ഇഗ്നറൻസ് എന്നാണ് പ്ലേറ്റോ പറഞ്ഞത്. ഇനി പ്ലേറ്റോയുടെ സ്റ്റുഡന്റ് ആയ അരിസ്റ്റോട്ടൽ, ദിസ് ഇസ് ആർ സെക്കൻഡ് PYQ, who advanced the idea of Plato. അരിസ്റ്റോട്ടൽ ആണ് പ്ലേറ്റോയുടെ ഐഡിയ അഡ്വാൻസ് ചെയ്തത്. ബിക്കോസ് അരിസ്റ്റോട്ടൽ വാസ് പ്ലേറ്റോസ് ഡിസൈപ്പിൾ ആൻഡ് അരിസ്റ്റോട്ടൽ പ്ലേറ്റോയുടെ ഫീറ്റിൽ തന്നെ ഫോളോ ചെയ്തു, ഓർ പ്ലേറ്റോയുടെ ഐഡിയാസിൽ തന്നെ ഫോളോ ചെയ്തു. ഹി ബിലീവ്ഡ് ദാറ്റ് മൈൻഡ് ആൻഡ് ബോഡി ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ഈച്ച് അതർ. മൈൻഡ് ബോഡിയുടെ മാനിഫെസ്റ്റേഷനും ബോഡി മൈൻഡിന്റെ മാനിഫെസ്റ്റേഷനുമാണെന്നാണ് അരിസ്റ്റോട്ടൽ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പ്ലേറ്റോയുടെ ടീച്ചിങ്സിൽ നിന്ന് അരിസ്റ്റോട്ടൽ ചെറിയൊരു വ്യത്യാസം അല്ലെങ്കിൽ ചെറിയൊരു പെസിമിസ്റ്റിക് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു. എന്തായിരുന്നു? പ്ലേറ്റോ ബിലീവ്ഡ് ദാറ്റ് റോൾ ഓഫ് എഡ്യൂക്കേഷൻ ക്യാൻ ബ്രിങ് എ ചേഞ്ച് ഇൻ ഹ്യൂമൻ നേച്ചർ. പക്ഷേ അരിസ്റ്റോട്ടൽ പറഞ്ഞു അങ്ങനെ ഒരു ചേഞ്ചും പറ്റില്ല. ഫണ്ടമെന്റലി ഡീപ്പ് ആയിട്ടുള്ള ഹ്യൂമൻ നേച്ചറിന് എഡ്യൂക്കേഷൻ്റെ ഒരു ചേഞ്ച് വരുത്താൻ പറ്റില്ല എന്നാണ് അരിസ്റ്റോട്ടൽ പറഞ്ഞത്. ആൻഡ് അരിസ്റ്റോട്ടൽ വേറെയും കുറച്ച് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തു. എന്തായിരുന്നു? അരിസ്റ്റോട്ടൽ പറഞ്ഞു നമ്മുടെ റാഷണൽ ഓർ ഇന്റലക്ച്വൽ ക്വാളിറ്റി നമ്മുടെ സോളിന്റെ ഉള്ളിലാണ്. നമ്മുടെ റാഷണൽ ഓർ ഇന്റലക്ച്വൽ തിങ്കിങ് കേപ്പബിലിറ്റി ആൻഡ് നമ്മുടെ റാഷണൽ തിങ്കിങ് ഒക്കെ നമ്മുടെ സോളിന്റെ ഉള്ളിലാണ്. ആൻഡ് നമ്മുടെ ഹാർട്ടാണ് നമ്മുടെ സെൻസസിന്റെ സെൻറ്ററും നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസിന്റെ സെൻറ്ററും നമ്മുടെ ഹാർട്ടാണെന്നാണ് അരിസ്റ്റോട്ടൽ പറഞ്ഞത്. അപ്പൊ രണ്ട് സെന്റേഴ്സ് ആണ് അരിസ്റ്റോട്ടൽ പറഞ്ഞത്. ഒന്ന് നമ്മുടെ സോൾ, അത് റാഷണൽ ഓർ ഇന്റലക്ച്വൽ ക്വാളിറ്റിയുടെ സെന്റർ ആണ്. ആൻഡ് ഹാർട്ട് എന്ന് പറയുന്നത് സെൻസസിന്റെ ഒരു സെന്ററും കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസിന്റെ ഒരു സെന്ററും എന്നാണ് അരിസ്റ്റോട്ടൽ പറഞ്ഞത്. അരിസ്റ്റോട്ടലിന്റെ വളരെ ഫേമസ് ഒരു ബുക്കാണ് ഡി ആനിമ. ഡി ആനിമ എന്തുകൊണ്ടാണ് ഫേമസ് അല്ലെങ്കിൽ പോപ്പുലർ എന്ന് പറയുന്നത്? ഈവൻ നൗ ഇറ്റ് ഇസ് കൺസിഡർഡ് പോപ്പുലർ ബിക്കോസ് അന്ന് കാലങ്ങളിൽ മിഡിൽ ഏജസ് അല്ലെങ്കിൽ ഗ്രീക്ക് ഹെറിറ്റേജ് സമയത്ത് ദിസ് വാസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ പീപ്പിൾ ഫോർ റീഡിങ്. ബാച്ചിലർ ഓഫ് ആർട്സ് സ്റ്റുഡൻസിന് ഇത് പ്രിസ്ക്രൈബ്ഡ് ബുക്കായിരുന്നു ഡി ആനിമ എന്ന് പറയുന്നത്. സോ അരിസ്റ്റോട്ടലിന്റെ ബുക്കായ ഡി ആനിമ വളരെ പോപ്പുലർ, ഇപ്പോഴും പോപ്പുലർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ടെക്സ്റ്റ് ആണ്. സോ ഇൻ ഷോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അരിസ്റ്റോട്ടൽ എന്താണ് പറഞ്ഞത്? ഹി വാസ് എ ഡിസൈപ്പിൾ ഓഫ് പ്ലേറ്റോ. ഹി ബിലീവ്ഡ് ദാറ്റ് മൈൻഡ് ആൻഡ് ബോഡി ഈച്ച് അതറിന്റെ മാനിഫെസ്റ്റേഷൻ ആണ്. ബട്ട് ഹി വാസ് പെസിമിസ്റ്റിക്. റോൾ ഓഫ് എഡ്യൂക്കേഷൻ cannot bring a change in human nature എന്നാണ് അരിസ്റ്റോട്ടൽ പറഞ്ഞത്. ആൻഡ് ഹി ഓൾസോ ബിലീവ്ഡ് ദ റാഷണൽ ഓർ ഇന്റലക്ച്വൽ ക്വാളിറ്റി നമ്മുടെ സോളിന്റെ ഉള്ളിലാണ്. നമ്മുടെ സെൻസസ് അല്ലെങ്കിൽ നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് നമ്മുടെ ഹാർട്ടിനുള്ളിലാണെന്നാണ് അരിസ്റ്റോട്ടൽ പറഞ്ഞത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റീനെ ഡിസ്കാർട്ടസിനെ പറ്റിയാണ്. റീനെ ഡിസ്കാർട്ടസ് ആരാണ്? റീനെ ഡിസ്കാർട്ടസ് ഒരു ഫ്രഞ്ച് ഫിലോസഫറും ഒരു മാത്തമാറ്റീഷ്യനുമാണ്. ഹി ഈസ് ദ വൺ ഹു ഒറിജിനേറ്റഡ് നമ്മുടെ കാർട്ടീഷ്യൻ സിസ്റ്റം. കാർട്ടീഷ്യൻ സിസ്റ്റം ഒറിജിനേറ്റ് ചെയ്തത് നമ്മുടെ റീനെ ഡിസ്കാർട്ടസ് ആണ്. ആൻഡ് ഹി വാസ് പോസിബിളി ദ മോസ്റ്റ് ഫേമസ് ഡുവലിസ്റ്റ്. ഏറ്റവും ഫേമസ് ഡുവലിസ്റ്റ് നമ്മുടെ റീനെ ഡിസ്കാർട്ടസ് ആണ്. ആൻഡ് ഹി ബിലീവ്ഡ് ദാറ്റ് ബോഡി ആൻഡ് മൈൻഡ് തമ്മിലൊരു സ്പ്ലിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഡുവലിസത്തിൽ റീനെ ഡിസ്കാർട്ടസ് വിശ്വസിച്ചിരുന്നു ബോഡി ആൻഡ് മൈൻഡ് തമ്മിലൊരു സ്പ്ലിറ്റ് ഉണ്ടെന്ന് തന്നെയാണ് റീനെ ഡിസ്കാർട്ടസ് പറഞ്ഞത്. പക്ഷെ റീനെ ഡിസ്കാർട്ടസ് ഓൾസോ മെൻഷൻഡ് ദാറ്റ് ബോഡി ആൻഡ് മൈൻഡ് തമ്മിൽ ഒരു അൺഇന്ററപ്റ്റഡ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു അൺഇന്ററപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എന്നാണ് റീനെ ഡിസ്കാർട്ടസ് പറഞ്ഞത്. ആൻഡ് ഈ ഇന്ററാക്ഷന്റെ പ്രൈമറി സൈറ്റ് നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് ആണെന്നാണ് റീനെ ഡിസ്കാർട്ടസ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ പീനിയൽ ഗ്ലാൻഡ് ആണെന്ന് റീനെ ഡിസ്കാർട്ടസ് പറഞ്ഞത്? കാരണം ഇറ്റ് വാസ് ദ മിഡിൽ സ്ട്രക്ചർ ഓഫ് ദ ബ്രെയിൻ. അതുകൊണ്ടാണ് റീനെ ഡിസ്കാർട്ടസ് പറഞ്ഞത് പ്രൈമറി സൈറ്റ് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് ബോഡി നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് ആണെന്ന്. പക്ഷേ റീനെ ഡിസ്കാർട്ടസ് ഓൾസോ ബിലീവ്ഡ് സംതിങ് ദാറ്റ് പീനിയൽ ഗ്ലാൻഡ് ഹ്യൂമൻസിന് മാത്രം യുണീക്ക് ആണ്, വിച്ച് ഇസ് നോട്ട് ട്രൂ. പക്ഷെ റീനെ ഡിസ്കാർട്ടസ് അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അതാണ് റീനെ ഡിസ്കാർട്ടസിന്റെ കുറച്ച് തിയറീസ് അല്ലെങ്കിൽ കുറച്ച് പ്രൊപ്പോസൽസ് റീനെ ഡിസ്കാർട്ടസിന്റെ അതായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ സൈക്കോളജിയിൽ ഡീപ്പ് ഒരു കോൺട്രിബ്യൂഷൻ തന്ന ജോൺ ലോക്കിനെ പറ്റിയാണ്. ജോൺ ലോക്ക് ഒരു ഇംഗ്ലീഷ് ഫിലോസഫർ ആണ്. ജോൺ ലോക്ക് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ നോളജ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എക്സ്പീരിയൻസ് ആർ സെൻസ് ഓർഗൻസ് ഗെറ്റ് ഫ്രം ദി ഔട്ട്സൈഡ് വേൾഡ്. അതാണ് ജോൺ ലോക്ക് പറഞ്ഞത്. അതായത് ജോൺ ലോക്കിന്റെ ഒരു വളരെ ഫേമസ് ഐഡിയ ആണ്
ടാബുല റാസ. ടാബുല റാസയുടെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ബ്ലാങ്ക് സ്ലേറ്റ് എന്നാണ്. സോ ജോൺ ലോക്ക് പറഞ്ഞത് അറ്റ് ബർത്ത് വി ആർ ടാബുല റാസ. ജനിക്കുമ്പോൾ നമ്മൾ ബ്ലാങ്ക് സ്ലേറ്റ് പോലെയാണ്. പിന്നെ നമ്മൾ അക്വയർ ചെയ്യുന്ന നോളജ് എന്ന് പറയുന്നത് ഓർ അക്വയർ ചെയ്യുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈസ് വെൻ അവർ സെൻസ് ഓർഗൻസ് ഇന്ററാക്ട് വിത്ത് ദി ഔട്ടർ വേൾഡ്. നമ്മുടെ സെൻസ് ഓർഗൻസ് ഔട്ടർ വേൾഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഈ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നോളജ് നമുക്ക് വരുന്നത്. നോളജ് ഇന്നേറ്റ് അല്ല എന്നാണ് ജോൺ ലോക്ക് പറയുന്നത്. സോ വെൻ വി വർ ബോൺ വി വർ ബ്ലാങ്ക് സ്ലേറ്റ്സ് ഓർ ടാബുല റാസ ആണെന്നാണ് ജോൺ ലോക്ക് പറഞ്ഞത്. ഈ ഈ ഡിഫറെന്റ് തിങ്കിങ്, അതായത് ബോഡി ആൻഡ് മൈൻഡ് ഡുവലിസവും ഈ ബ്ലാങ്ക് സ്ലേറ്റ് എന്ന് പറയുന്ന ഐഡിയയും വെസ്റ്റേൺ സൈക്കോളജിയുടെ വളരെ സ്ട്രോങ് റൂട്ട്സ് ആണ് ആൻഡ് ഇപ്പോഴും ഇൻഫ്ലുവൻഷ്യൽ ആണ് ഈ രണ്ട് ഐഡിയാസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മിഡീവൽ പീരിയഡിനെ പറ്റിയാണ്. മിഡീവൽ പീരിയഡ് അല്ലെങ്കിൽ മിഡിൽ ഏജസിന് ഇപ്പോഴത്തെ കാലത്ത് 20th സെഞ്ചുറി സൈക്കോളജിസ്റ്റിന്റെ ഇടയ്ക്ക് വളരെ പുവർ റെപ്യൂട്ടേഷൻ ആണ്. എന്തുകൊണ്ടായിരുന്നു പുവർ റെപ്യൂട്ടേഷൻ? എഡ്വിൻ ബോറിംഗ് ഇൻ എ ഹിസ്റ്ററി ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി ഹി മെൻഷൻഡ് ദാറ്റ് അന്ന് കാലത്തെ ലേറ്റ് മിഡീവൽ തിങ്കിങ് വാസ് ലാർജ്ലി ബേസ്ഡ് ഓൺ തിയോളജി. അന്ന് കാലത്തെ തിങ്കിങ് വാസ് ലാർജ്ലി ബേസ്ഡ് ഓൺ റിലീജിയസ് തോട്ട്സ് അല്ലെങ്കിൽ തിയോളജിനെ ബേസ് ചെയ്തായിരുന്നു അന്ന് കാലത്തെ തിങ്കിങ് എന്ന് എഡ്വിൻ ബോറിംഗ് പറയുന്നുണ്ട്. ഗ്രെഗറി സിൽബർഗ് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇൻ ഹിസ് ബുക്ക് ഹിസ്റ്ററി ഓഫ് മെഡിക്കൽ സൈക്കോളജിന്റെ അകത്ത് ഗ്രെഗറി സിൽബർഗ് പറഞ്ഞത് ലേറ്റ് മിഡീവൽ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് വെർ അഫ്രേഡ് ടു ലുക്ക് ഇൻ ടു either normal or abnormal psychology. എന്തുകൊണ്ടാണ് they were afraid to look? Because അന്ന് കാലങ്ങളിൽ mentally ill were regarded as possessed or devils or as witches. ഇത് അന്ന് കാലത്തെ ഒരു വിശ്വാസമായിരുന്നു. ഇതിനെപ്പറ്റി തന്നെയാണ് എഡ്വിൻ ബോറിംഗ് പറഞ്ഞത് it was largely based on theology. So if anyone depicted symptoms of a mental illness they were considered possessed അല്ലെങ്കിൽ അവർ witches ആണെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു അന്ന് കാലത്ത്. ഇതുകൊണ്ട് തന്നെയാണ് മിഡിൽ ഏജസിന് വളരെ പുവർ റെപ്യൂട്ടേഷൻ. കാരണം ഇങ്ങനത്തെ ബിലീഫ് ഈസ് എൻ ഒപ്പോസിഷൻ ടു സയൻസ് അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് അന്നത്തെ തിങ്കിങ്ങിന് ഇല്ലായിരുന്നു. ഇനി നമ്മൾ കുറച്ചുകൂടെ ഇൻഡെപ്ത് നോക്കുകയാണെങ്കിൽ മെന്റലി ഇല്ലിനെ അന്ന് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്താന്ന് വെച്ചാൽ ദേ വർ ടോർച്ചേർഡ്. കാരണം ദേ വർ ബിലീവ് ടു ബി പൊസസ്ഡ്. ഇൻ റിയൽ ആൾക്കാരെ വിശ്വസിച്ചിരുന്നത് അവരൊന്നെങ്കിൽ പൊസസ്ഡ് ആയിരുന്നു അല്ലെങ്കിൽ അവർ വിച്ചസ് ആയിരുന്നു എന്നാണ്. ആൻഡ് ഈ ഒരു വിശ്വാസം കാരണം ദേ വർ ടോർച്ചേർഡ് ഓർ ബേൺഡ് അറ്റ് സ്റ്റേക്ക്. ബേൺഡ് അറ്റ് സ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഒരു പോസ്റ്റിൽ കെട്ടിയിട്ടിട്ട് ദേ വർ ബേൺഡ് അലൈവ്. ആൻഡ് ഇത് യൂഷ്വലി വിച്ചസിനായിരുന്നു ഈ ബേണിംഗ് സഫർ ചെയ്യേണ്ടി വന്നത്. ആൻഡ് ദേ വെയറന്റ് നെസസറിലി really witches. What they did was അവർ women ആയിരുന്നു who had mental illnesses and ഇത് കാരണം they were considered witches and they were burnt at stake. ഇതായിരുന്നു പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ medieval agesലെ ഒരു ബിലീഫ് അല്ലെങ്കിൽ what was happening to mentally ill people. and ഇപ്പം നമ്മൾ 20th സെഞ്ചുറിയിലെ ഹിസ്റ്റോറിയൻസ് പറയുന്നത് they did not substantiate these claims. They did not say that okay they were treated with cruelty. അങ്ങനെ പറയുന്നില്ല. They took a more sympathetic view. അവർ പറഞ്ഞത് പണ്ട് കാലങ്ങളിലെ തിയോളജിയൻസ് ആൻഡ് ഫിലോസഫേഴ്സ് ഒക്കെ പല തിയറീസ് ഡെവലപ്പ് ചെയ്യാൻ നോക്കി ആസ് ടു വൈ ദിസ് ഇസ് ഹാപ്പനിങ് അല്ലെങ്കിൽ മെന്റൽ ഇൽനെസസിനെ പറ്റി കുറെ ഡിബേറ്റ്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് വെൻ വി ലുക്ക് ഫർദർ വി വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ ഡിബേറ്റ്സും തിയറീസും ഇറക്കി എന്നല്ലാതെ they did not do anything experimentally. എക്സ്പെരിമെന്റ് വൈസ് അവരൊന്നും ചെയ്തില്ല ടു അണ്ടർസ്റ്റാൻഡ് ദ ഡീപ്പ് റൂട്ടഡ് പ്രോബ്ലം അല്ലെങ്കിൽ മെന്റൽ ഇൽനെസസിനെ പറ്റി കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഡീപ്പായിട്ട് അവരൊന്നും ചെയ്തില്ല. they did conduct debates, they did conduct theories അല്ലെങ്കിൽ തിയറീസ് ഇറക്കി, പക്ഷേ എക്സ്പെരിമെന്റലി അവരൊന്നും ചെയ്തില്ല എന്ന് നമുക്ക് ഡീപ്പറായിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും മിഡീവൽ പീരിയഡിനെ പറ്റി. ആൻഡ് മിഡീവൽ പീരിയഡ് അല്ലെങ്കിൽ മിഡിൽ ഏജസിൽ സയന്റിഫിക് ആയിട്ട് ഫോമൽ ഡിസിപ്ലിൻ ഇല്ലായിരുന്നു. സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഫോമൽ ഡിസിപ്ലിൻ ഇല്ലായിരുന്നു. ഈ തിയോളജി, ഫിലോസഫി, സയൻസ് ഇതിന്റെ എല്ലാം ഒരു മിക്സ്ചർ അല്ലെ ഇതിന്റെ എല്ലാം ഒരു ഭാഗമായി മാറിയിരുന്നു സൈക്കോളജി. അങ്ങനെ തന്നെ ആയിരുന്നു മിഡിൽ പീരിയഡിൽ അല്ലെങ്കിൽ മിഡിൽ ഏജസിൽ. ആൻഡ് ഇപ്പം നമ്മൾ 21st സെഞ്ചുറി പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മുടെ മിഡീവൽ ആൻസസ്റ്റേഴ്സിനെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ടേക്കിംഗ് എ സ്റ്റെപ്പ് ബാക്ക്വേർഡ്. വൈ വിൽ ഇറ്റ് ബി ലൈക്ക് ടേക്കിംഗ് എ സ്റ്റെപ്പ് ബാക്ക്വേർഡ്? കാരണം ഇപ്പം നമ്മുടെ 21st സെഞ്ചുറി പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ വി ഹാവ് എക്സ്പെരിമെന്റ്സ്, വി ഹാവ് എ സയന്റിഫിക് ബേസിസ് ഫോർ എവറിഥിങ്. പക്ഷെ നമ്മൾ മിഡിൽ ഏജസിലോട്ട് നോക്കുമ്പോൾ എവറിഥിങ് വാസ് ബേസ്ഡ് ഓൺ ദ ബിലീഫ് ദാറ്റ് സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ് ആണ് ഇതിനെല്ലാം കോസ് എന്നുള്ള ബിലീഫ് കാരണമായിരുന്നു അന്ന് കാലങ്ങളിൽ ആൾക്കാർ ആക്ഷൻ എടുത്തുകൊണ്ടിരുന്നത്.
സോ നമ്മളിപ്പോൾ 21st സെഞ്ചുറിയിൽ നിന്ന് പുറകിൽ മിഡീവൽ ഏജസിലോട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ടേക്കിംഗ് എ സ്റ്റെപ്പ് ബാക്ക്. കാരണം ഇറ്റ് വാസ് ഓൾ ബേസ്ഡ് ഓൺ തിയോളജി ആൻഡ് നൗ വി ഹാവ് എ സയന്റിഫിക് ബേസിസ് ഫോർ എവറിഥിങ് ലൈക്ക് മെന്റൽ ഇൽനെസ്സസ്. അപ്പോൾ ഇതാണ് നമ്മൾ മിഡീവൽ പീരീഡിൽ നടന്നുകൊണ്ടിരുന്നത്. ദേ വർ കൺസിഡേർഡ് വിച്ചസ്, മെന്റലി വർ ടോർച്ചേർഡ്, ആൻഡ് സയന്റിഫിക് ആയിട്ട് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ ഇല്ലായിരുന്നു. ആൻഡ് ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ മിഡിൽ ഏജസിലോട്ട് ഇറ്റ് വിൽ ബി ലൈക്ക് ടേക്കിംഗ് എ സ്റ്റെപ്പ് ബാക്ക്വേർഡ്. കാരണം ഇറ്റ് വാസ് ലാർജ്ലി ബേസ്ഡ് ഓൺ തിയോളജി. ഇതാണ് മിഡീവൽ പീരീഡിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്ത നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മോഡേൺ പീരീഡ് ആണ്. മോഡേൺ പീരീഡ് എന്തായിരുന്നു എന്ന് വെച്ചാൽ 1879 ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി തന്നെ എസ്റ്റാബ്ലിഷ് ആവുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ജർമ്മൻ ഫിലോസഫർ സൈക്കോളജിസ്റ്റ് ആയ വിൽഹെം വൂണ്ട് ആണ്. വിൽഹെം വൂണ്ട് ഇസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് സൈക്കോളജി. കാരണം ഹി വാസ് ദ വൺ ഹു സെറ്റ് അപ്പ് ദ ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് ലൈപ്സിഗിലാണ് പുള്ളി ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി സെറ്റപ്പ് ചെയ്തത്. ഇനി ഫസ്റ്റ് ഫോർമൽ സൈക്കോളജിക്കൽ ലബോറട്ടറി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സെറ്റപ്പ് ചെയ്തത് ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ആൻഡ് ഇത് ഫോളോ ചെയ്ത്, അതായത് വൂണ്ടിന്റെ സൈക്കോളജിക്കൽ ലബോറട്ടറി ഫോളോ ചെയ്ത് വന്ന എല്ലാ ലാബ്സും ഫോളോഡ് വൂണ്ട്സ് മോഡൽ. വൂണ്ടിന്റെ മോഡൽ ഓഫ് ലാബ് ഫോളോ ചെയ്താണ് ഫർദർ വന്ന എല്ലാ ലബോറട്ടറീസും ഫോം ചെയ്തത്. ആൻഡ് സൈക്കോളജി ഈ കാലത്തിന്റെ ബിഗിനിങ്ങിലും അല്ലെങ്കിൽ മോഡേൺ പീരീഡിന്റെ ബിഗിനിങ്ങിലും 19th സെഞ്ചുറിയുടെ ബിഗിനിങ്ങിലും ഒരു സെപ്പറേറ്റ് ഫീൽഡായിട്ട് വന്നിട്ടില്ലായിരുന്നു. ബട്ട് ഈ വിൽഹെം വൂണ്ട് ആണ് ഇതിന്റെ എസെൻസ്, സൈക്കോളജിയുടെ എസെൻസ് ക്യാപ്ചർ ചെയ്ത് ഫർദർ ആയിട്ട് ഇതൊരു ഫോർമൽ ഡിസിപ്ലിൻ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നമ്മൾ വൂണ്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വൂണ്ടും പല ഫിലോസഫേഴ്സും വൂണ്ടിന് മുമ്പ് വന്ന ഫിലോസഫേഴ്സ് മൈൻഡിനെ പറ്റി ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി മൈൻഡിന്റെ പല ഫാക്ടേഴ്സും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പല തിയറീസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വിൽഹെം വൂണ്ടും വില്യം ജെയിംസുമാണ് സൈക്കോളജി ഒരു ഡിസ്റ്റിങ്ക്ട് സയന്റിഫിക് ഡിസിപ്ലിൻ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആൻഡ് ഇവരാണ് പല ഐഡിയാസും പല കാര്യങ്ങളും ഇതിലോട്ട് പ്രപ്പോസും ചെയ്തത്. ആൻഡ് ഇവർക്ക് മുമ്പ് അല്ലെങ്കിൽ ഫ്രോയിഡ് വരുന്നതിന് മുമ്പ് പല പൈനിയേഴ്സും പല ആൾക്കാരും സൈക്കോളജിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സിഗ്മണ്ട് ഫ്രോയിഡ് ഇസ് ദ വൺ ഹു ഇസ് കൺസിഡേർഡ് ദ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി. വിൽഹെം വൂണ്ട് ആണ് ഫാദർ ഓഫ് സൈക്കോളജി എന്ന് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ആൻഡ് സിഗ്മണ്ട് ഫ്രോയിഡ് ഇസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി. ആൻഡ് ഈ ഫീൽഡിൽ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്ത വളരെ ഫേമസ് ആയ കുറെ പൈനിയേഴ്സ് ഉണ്ട്. അവരാണ് BF സ്കിന്നർ, ജീൻ പിയാഷെ, കാൾ റോജേഴ്സ്, കാൾ യുങ്, എറിക് എറിക്സൺ. ഇങ്ങനെ പറയുന്ന കുറെ ആൾക്കാരും ഈ മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ മേക്കിംഗ് സൈക്കോളജി എ സെപ്പറേറ്റ് ഡിസിപ്ലിൻ എന്നുള്ള ഈ മൂവ്മെന്റിൽ ഇൻവോൾവ് ആയി പല തിയറീസും പ്രപ്പോസ് ചെയ്ത പൈനിയേഴ്സ് ആണ് BF സ്കിന്നർ, ജീൻ പിയാഷെ, കാൾ റോജേഴ്സ് എന്നിവയുള്ള സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഫിസിഷ്യൻസ്. മോഡേൺ പീരീഡിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല തിയറീസും പല കോൺസെപ്റ്റ്സും വന്നു. അബൌട്ട് കോൺഷ്യസ്നെസ്, അബൌട്ട് മൈൻഡ്, അബൌട്ട് ബോഡി, ഇതിന്റെ ഡുവാലിറ്റി, അങ്ങനെ പല കോൺസെപ്റ്റ്സും വന്നു. പക്ഷേ ദ കോൺസെപ്റ്റ് ദാറ്റ് ഹാഡ് ഷെയർഡ് അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ എല്ലാവരും ഈക്വലി എഗ്രി ചെയ്ത അല്ലെങ്കിൽ ഈക്വലി അക്സെപ്റ്റ് ചെയ്ത തിയറി അല്ലെങ്കിൽ പ്രപ്പോസൽ എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറീസ് ആയിരുന്നു. സിഗ്മണ്ട് ഫ്രോയിഡ്സ് തിയറീസ് അബൌട്ട് ദ മൈൻഡ്, അബൌട്ട് ദ സബ് കോൺഷ്യസ്, അബൌട്ട് ദി അൺകോൺഷ്യസ്, ഈ തിയറി ഓൾവേസ് ഹാഡ് എ ഷെയർഡ് അക്സെപ്റ്റൻസ്. ഫ്രോയിഡിനെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്നറിയപ്പെടുന്നത്. ആൻഡ് ഡ്യൂറിങ് 1950s നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് മോഡേൺ പീരീഡിൽ നോക്കുകയാണെങ്കിൽ സൈക്കോളജിയുടെ ലാൻഡ്സ്കേപ്പ് തന്നെ മാറാൻ തുടങ്ങി. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ഷിഫ്റ്റിംഗ് ബാക്ക് ടു ദ റൂട്ട്സ് എന്താണ്? ടു ഫോക്കസ് ഓൺ മെന്റൽ പ്രോസസ്സസ്. ഇറ്റ് സ്റ്റാർട്ടഡ് ഫോക്കസിങ് ഓൺ മെന്റൽ പ്രോസസ്സസ്. ആൻഡ് സൈക്കോളജി ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയിട്ട് എസ്റ്റാബ്ലിഷും ചെയ്ത് കഴിഞ്ഞിരുന്നു. ആൻഡ് അതിന്റെ ലാൻഡ്സ്കേപ്പും വളരെ നന്നായിട്ട് ചേഞ്ചും ചെയ്യാൻ തുടങ്ങിയായിരുന്നു. Ultimately, cognitive revolution took place, അല്ലെങ്കിൽ cognitive revolution took hold, and people started realizing cognitionനും ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. കോഗ്നിഷന് മെന്റൽ പ്രോസസ്സസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യാനുണ്ട്. ആൻഡ് ദേ സ്റ്റാർട്ടഡ് അപ്രീഷിയേറ്റിംഗ് ഇറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ബിഹേവിയറിലും കോഗ്നിഷന് വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു റോൾ പ്ലേ ചെയ്യാനുണ്ട്. സോ നമ്മളിപ്പോൾ കണ്ടത് ഗ്രീക്ക് ഹെറിറ്റേജിൽ ഏതൊക്കെ ഫിലോസഫേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്തത്, മൈൻഡ് ബോഡി ഡുവാലിറ്റി ആൻഡ് ടാബുലാ റാസ ആയിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈക്കോളജിയിലെ കോൺട്രിബ്യൂഷൻസ് ഫ്രം ഗ്രീക്ക് ഹെറിറ്റേജ്. പിന്നെ നമ്മൾ കണ്ടു മിഡിൽ ഏജസിൽ എന്താണ് സംഭവിച്ചത്.
Middle Ages illnesses were considered as interferences from supernatural forces. They were based on theology. Religious beliefs based ചെയ്തായിരുന്നു. And mentally ആൾക്കാർ were tortured or they were burnt or they were killed. അതായിരുന്നു മിഡിൽ ഏജസിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. മോഡേൺ പീരീഡിൽ പയ്യെ പയ്യെ സൈക്കോളജി സ്റ്റാർട്ടഡ് ഡെവലപ്പിംഗ് ഇൻ ടു എ സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആൻഡ് ഇതിന് നേതൃത്വം വഹിച്ചത് വില്യം വൂണ്ടും വില്യം ജെയിംസുമായിരുന്നു. ഇതിന് സ്റ്റാർട്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ ദ ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി വാസ് സെറ്റ് ഇൻ ദി യൂണിവേഴ്സിറ്റി ഓഫ് ലൈപ്സിഗ്. ഇങ്ങനെ 3 ഏരിയാസ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത്. Now let us look at some previous year questions. The first one is, what was the typology proposed by Hippocrates of human personality? ഇത് നമ്മൾ കണ്ടിരുന്നു. ഹ്യൂമൻ പേഴ്സണാലിറ്റിനെ പറ്റി ടൈപ്പോളജി ഹിപ്പോക്രേറ്റ്സ് പ്രപ്പോസ് ചെയ്തിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? ഓപ്ഷൻസ് ആ സാംഗ്വിൻ, കോളറിക്, മെലൻകോളിക്, ഫ്ലെഗ്മാറ്റിക്, സാംഗ്വിൻ, യൂഫോറിക്, കോളറിക്, ഫ്ലെഗ്മാറ്റിക്, സാംഗ്വിൻ, യൂഡമോണിക്, കോളറിക്, ഫ്ലെഗ്മാറ്റിക്, സാംഗ്വിൻ, മെലൻകോളിക്, ഈഗോയിസ്റ്റിക്, ഫ്ലെഗ്മാറ്റിക്. ഇതിന്റെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത് സാംഗ്വിൻ, കോളറിക്, മെലൻകോളിക്, ഫ്ലെഗ്മാറ്റിക്. ഇതാണ് 4 ടൈപ്സ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി ഹിപ്പോക്രേറ്റ്സ് പറഞ്ഞത്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ ഫസ്റ്റ് ലാബ് ഓഫ് സൈക്കോളജി ഇൻ ലൈപ്സിഗ്. ലൈപ്സിഗിലെ ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരായിരുന്നു എന്നാണ് ചോദ്യം. ദ ഫസ്റ്റ് ആൻസർ അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് വിൽഹെം വൂണ്ട്, സെക്കൻഡ് വൺ വില്യം ജെയിംസ്, തേർഡ് വൺ ഫ്രോയിഡ്, ലാസ്റ്റ് വൺ പ്ലേറ്റോ. ആരാണ് ഫസ്റ്റ് സൈക്കോളജിക്കൽ ലാബ് സെറ്റ് ചെയ്തത്? ഇറ്റ് വാസ് വിൽഹെം വൂണ്ട് ഇൻ ദ ഇയർ 1879 ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് Leipzig. ഇതാണ് ആൻസേഴ്സ് ടു ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഐ ഹോപ്പ് എവറിഥിങ് ഇസ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. താങ്ക് യു സോ മച്ച്.